നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് അന്ത്യം. കുന്നംകുളം കുറുക്കൻപാറയിൽ കല്ലായിൽ പാങ്ങന്റെയും പാറുകുട്ടിയുടെയും മകനായി 1940 ഏപ്രിൽ 22-നായിരുന്നു ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദം നേടി. നിയമ ബിരുദധാരി കൂടിയായ KP വിശ്വനാഥൻ യൂത്ത് കോൺഗ്രസ് വഴിയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. 1967 മുതൽ 1970 വരെ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. കുന്നംകുളം കൊടകര നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 1994 വരെ AK ആന്റണിയുടെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനംവകുപ്പ് മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. 2006-2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്നും മത്സരിച്ചെങ്കിലും CPM-ലെ C. രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടു. വനം മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് തൃശൂർ ഏർപ്പെടുത്തിയ മികച്ച പാർലമെന്റേറിയൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം, തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ, ഡയറക്ടർ, കേച്ചേരി പ്രിയദർശിനി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ കളരിയിൽ നിന്ന് പിച്ചവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള നേതാവായി മാറിയ വ്യക്തിത്വമാണ് KP വിശ്വനാഥൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായി മാറിയ KP വിശ്വനാഥൻ നിയമസഭയിൽ 2 തവണ ജന്മനാടിനെ പ്രതിനിധീകരിച്ചു. കുന്നംകുളത്ത് നിന്നാണ് പിന്നീട് കൊടകരയിലേക്ക് തട്ടകം മാറ്റിയത്. A ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്ന KP പറയാനുള്ള കാര്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു. കുന്നംകുളവുമായി എന്നും ഊഷ്മളമായ ഹൃദയബന്ധം സൂക്ഷിച്ച അദ്ദേഹം പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നേതാക്കളെ പേരെടുത്ത് വിളിക്കാനുള്ള അടുപ്പം സൂക്ഷിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയ KPയുടെ ഭൗതിക ശരീരം 3 മണിക്ക് പാട്ടുരായ്ക്കൽ വസന്ത നഗറിലെ വീട്ടിൽ നിന്നും പുതുക്കാട്ടേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി 10 മിനിറ്റ് അദ്ദേഹം പ്രസിഡന്റായ കോഓപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ 5 മണിവരെ പുതുക്കാട് കോൺഗ്രസ് ഓഫീസിലും പൊതുദർശനമുണ്ടായി. പുതുക്കാട് നിന്നും തിരികെ വീട്ടിലെത്തിച്ച ശേഷം ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ DCC ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. തിരികെ വീട്ടിലെത്തിച്ച് മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം ഭൗതികദേഹം 2:30 പാറമേക്കാവ് ശാന്തിഘട്ടിലെത്തിച്ച് സംസ്കാരം നടത്തും. CCTV ന്യൂസ്, കേച്ചേരി. ഉദ്ഘാടനത്തിനൊരുങ്ങി വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പമ്പ് ഹൌസ് കെട്ടിടം. യാഥാർത്ഥ്യമാകുന്നത് മേഖലയിലെ കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി 2.20 കോടി രൂപ ചെലവഴിച്ചാണ് ജലസേചന പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചത്. വെള്ളിയങ്കല്ല് പാലത്തിന് സമീപം ചാഞ്ചേരിപ്പറമ്പ് റോഡരികിൽ ഭാരതപ്പുഴയോട് ചേർന്നാണ് പമ്പ് ഹൌസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 100 ലിറ്റർ ജലം പുറത്തുവിടാൻ ശേഷിയുള്ള 60 HP-യുടെ 2 മോട്ടോറുകളാണ് പമ്പ് ഹൌസിൽ ജലവിതരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ളത്. പരുതൂർ പഞ്ചായത്തിലെ മംഗലം, തെക്കേക്കുന്ന്, കോടന്തൂർ പാടശേഖരങ്ങളിലെ 90 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് പദ്ധതിയിലൂടെ ജലസേചനം സാധ്യമാകും. കെട്ടിടത്തിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ജലസേചന പൈപ്പുകളുടെ ഫിറ്റിംഗും പൂർത്തിയായി. പമ്പ് ഹൌസിൽ നടത്തിയ ജലവിതരണ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തീകരിച്ചതോടെയാണ് പദ്ധതി ഉദ്ഘാടന സജ്ജമായത്. ഇതോടെ വെള്ളമില്ലാതെ വലഞ്ഞ നെൽകർഷകരും ഏറെ പ്രതീക്ഷയിലാണ്. പരുതൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 1977-ലാണ് വെള്ളിയാങ്കല്ല് ജലസേചന പദ്ധതി ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ നടന്ന അനിയന്ത്രിത മണലെടുപ്പ് മൂലം ഭാരതപ്പുഴ മറുവശം ചേർന്നൊഴുകിയതോടെ ഈ ഭാഗത്ത് പുഴയിൽ ജലലഭ്യത ഇല്ലാതായതോടെ പമ്പിംഗ് നിലയ്ക്കുകയായിരുന്നു. ഇതോടെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി 2.20 കോടി രൂപ ചിലവഴിച്ച് വെള്ളിയാങ്കല്ല് ജലസംഭരണി പ്രദേശത്തേക്ക് കെട്ടിടം മാറ്റി നിർമ്മിച്ചത്. ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ കനാലുകളും നവീകരണം പൂർത്തിയാക്കി. CCTV ന്യൂസ്, തൃത്താല.
കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിലെ പ്രതി നെല്ലായ സ്വദേശി നിയാമുദ്ദീനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരീക്ഷണ ക്യാമറയും നാട്ടുകാരുടെ ഇടപെടലുമാണ് മോഷ്ടാവിനെ പിടികൂടാൻ സഹായകമായത്. ബുധനാഴ്ച വൈകുന്നേരമാണ് കൊപ്പം ആമയൂർ കിഴക്കേക്കര കനിവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കിഴക്കേക്കരയിൽ പണി നടക്കുന്ന വീട്ടിലെ തൊഴിലാളികളുടെ പണം മോഷ്ടിക്കാൻ അന്തർജില്ലാ മോഷ്ടാവെത്തിയത്. ഇയാൾ വരുന്നതിന്റെയും പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പുതിയ വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തൊഴിലാളികൾ എത്തിയിരുന്നത്. തൊഴിലാളികൾ മോഷ്ടാവിനെ കണ്ടിരുന്നുവെങ്കിലും പണിക്ക് വന്ന ആളാവുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഉച്ചയോടെയാണ് തങ്ങൾ അയച്ചുവെച്ച ഷർട്ടിൽ നിന്നും 3000 രൂപ മോഷണം പോയ വിവരം തൊഴിലാളികൾ അറിയുന്നത്. ഇക്കാര്യം ഇവർ ഇവിടത്തെക്കാരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് തൊഴിലാളികൾ രാവിലെ കണ്ട വ്യക്തി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് പണം മോഷ്ടിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. പണം മോഷ്ടിച്ച മോഷ്ടാവ് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്നതായുമായാണ് ഇവർക്ക് ലഭിച്ച സൂചന. തുടർന്ന് തൊഴിലാളികൾ പട്ടാമ്പിയിലെത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് പട്ടാമ്പിയിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ വെച്ച് മോഷ്ടാവിനെ കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് കൊപ്പം പോലീസിനെ കൈമാറുകയും ചെയ്തു. അന്തർജില്ലാ മോഷ്ടാവായ നെല്ലായ സ്വദേശി പറക്കാട് തൊടി നിയാമുദ്ദീനെയാണ് പിടികൂടിയത്. കൊപ്പം SI MP രാഷിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ നിരവധി മോഷണ കേസുകളെ പ്രതി കൂടിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ആമയൂർ കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയാണ് മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായകമായത്. കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞതും മണിക്കൂറുകൾക്കകം പിടികൂടാൻ കഴിഞ്ഞതിന്റെയും സന്തോഷം കിഴക്കേക്കരക്കാരും മറച്ചുവെക്കുന്നില്ല. സംഭവത്തെക്കുറിച്ച് ഇവിടുത്തുകാരുടെ വിശദീകരണം ഇങ്ങനെയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം 24 മണിക്കൂറാവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിച്ച ആ വേദിയുടെ നേരെ ബാക്കിലത്തെ വീട്, ഈ കാണുന്ന വീട്, അവിടെ ആൾക്കാർ പണിയെടുക്കാൻ വേണ്ടി താഴത്ത് ഡ്രസ്സും കാര്യങ്ങളും മൊബൈലും പൈസയൊക്കെ താഴത്ത് വെച്ച് ഇവർ മുകളിൽ പണിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ വന്നു. ആ പൈസ ഇതൊക്കെ ഇവിടെ എടുത്തു പോയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, വിഷുവലൊന്ന് കിട്ടാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ആ കക്ഷി ഇങ്ങോട്ട് വരുന്നതും പോണതും കാണാൻ പറ്റി. ഇവിടെ ഉള്ള ആളല്ല. അങ്ങനെ അതൊരു 4-5 ക്യാമറയിൽ നമുക്ക് ഇയാളെ കാണാൻ പറ്റി. അപ്പോൾ ഒരാളോട് ഇവൻ വഴി ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയുന്ന ഒരാളായിരുന്നു. അയാളെ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താണ് അയാൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാൾ പട്ടാമ്പിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ ആളോട് ചോദിച്ചു. വേറെ 2-3 വണ്ടിക്കാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഇവൻ പട്ടാമ്പിക്ക് എത്തണം എന്നാണ് പറയും. അങ്ങനെ അവൻ വേറൊരു വഴിക്ക് കയറി ആ കാടിൻ്റെ മൂലയിൽ കൂടെ കയറി. ഈ കക്ഷി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിവുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ ആ വഴിയൊന്നും അവൻ അറിയില്ല. അങ്ങനെ അവൻ ആ തലപ്പത്ത് കയറി അവിടെ ഒരു പാടൊക്കെ ഉള്ള സ്ഥലത്ത് ഈ പേഴ്സ്, കാലിപ്പേഴ്സും അവരുടെ ID-യും പ്രൂഫും ഒക്കെ പാടെ അവിടെ വലിച്ചെറിഞ്ഞ് നേരെ പട്ടാമ്പിക്ക് പോകാണ്ടായി. ഇവിടെ പല പ്രാവശ്യങ്ങളായിട്ട് കള്ളന്മാരെ ശല്യം, അതുപോലെ സാമൂഹ്യ വിരുദ്ധര ശല്യം, ഇതൊക്കെ കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നാട്ടുകാരെ അറിയിക്കുകയും അവരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി പുറപ്പെട്ടത്. അത് വളരെ വിജയമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കള്ളന്മാർ മാത്രമല്ല, ഇവിടെ വരുന്ന പല പ്രശ്നങ്ങളും, ആ സമയത്ത് വരുന്ന ബൈക്കുകൾ, പിള്ളേർ, മറ്റ് പലതിനെയും ഉന്നം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്യാനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മഹാകവി വള്ളത്തോളിന്റെ നാമകരണത്തിൽ പ്രവർത്തിക്കുന്ന വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കാണാനും നവീകരിക്കുന്നതിനും വേണ്ടി വിലയിരുത്താനും റെയിൽവേ DRM ജനുവരി ആദ്യവാരം സ്റ്റേഷൻ സന്ദർശിക്കുമെന്ന് തിരുവനന്തപുരം റെയിൽവേ മാനേജർ ഉറപ്പു നൽകിയതായി MP രമ്യ ഹരിദാസിന്റെ പ്രതിനിധി PI ഷാനവാസ് പറഞ്ഞു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ കീഴിലുള്ള DRUCC മെമ്പർമാരുടെ 77ാമത് യോഗം തിരുവനന്തപുരത്ത് വെച്ച ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ അധ്യക്ഷതയിൽ നടന്നു. MP രമ്യ ഹരിദാസിന്റെ പ്രതിനിധിയായി PI ഷാനവാസ് യോഗത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രധാനമായ ഒന്നാണ് മഹാകവിയുടെ പേരിലുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. MP നിരന്തരമായി ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. DPR നൽകാൻ റെയിൽവേ നൽകാത്തതിലുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. മഹാകവിയുടെ പേരുള്ള തിരുവനന്തപുരം ഡിവിഷന്റെ ഫേസ് സ്റ്റേഷനായ വള്ളത്തോൾ സ്റ്റേഷനെ അപമാനിക്കുന്ന നടപടി റെയിൽവേ സ്വീകരിച്ചാൽ പൊതുജനങ്ങളെ അണിനിരത്തി കടുത്ത ജനകീയ പ്രക്ഷോഭത്തിന് MP നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി ആദ്യവാരം DM നേരിട്ട് സ്റ്റേഷൻ സന്ദർശിക്കാം എന്ന് ഉറപ്പു നൽകി. നാലാമത്തെ ഒരു കാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ഞാൻ വരുന്നത് വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷനാണ്. സാർ, മഹാകവിയുടെ ഒരു നാടാണ്. നമ്മൾ ഈ റൂമിനകത്തിരിക്കുമ്പോൾ സാറിന്റെ ആ വശത്തിരിക്കുന്ന ഈ വളരെ മനോഹരമായി ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു കഥകളിയുടെ രൂപമാണ്. നമ്മുടെ ഈ റൂമിനെ ഭംഗിയാക്കാനൊക്കെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ദയാവധത്തിന് വിധിക്കപ്പെട്ടിട്ടാണ് സ്റ്റേഷൻ നടക്കുന്നത്.
ഒരു തരത്തിലും അത് രക്ഷപ്പെടുത്തുന്നതാണ് റെയിൽവേയുടെ തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വരവൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 11 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന 31 SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, VT സജീഷ്, K ജിഷ, സെക്രട്ടറി EN ഹരിനാരായണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK ആൽഫ്രഡ്, നിർവഹണ ഉദ്യോഗസ്ഥ K ഉഷാകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മുന്നിലിരിക്കുന്ന കുട്ടികളിൽ PG മുതൽ ഡിഗ്രിയിലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഉൾപ്പെടെയുള്ള കുട്ടികളുണ്ട്. നമ്മളിവിടെ ലാപ്ടോപ്പിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഡിഗ്രി മുതൽ PG പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളെ കൂടിയാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലാപ്ടോപ്പിന് ഇവിടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമുക്ക് 40-ലധികം വിദ്യാർത്ഥികളാണ് അപേക്ഷ, അതായത് ഇതിന് നമ്മൾ സർക്കാരിൻ്റെ മാർഗരേഖ പ്രകാരം അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമുക്കിത് കൊടുക്കാൻ നിർവാഹമുള്ളൂ. അങ്ങനെ അന്തിമ ലിസ്റ്റിലാണ് നമുക്ക് 31 ഗുണഭോക്താക്കൾ. അത് ഏറ്റവും വലിയ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് 31 ഗുണഭോക്താക്കളായിട്ടുള്ള വിദ്യാർത്ഥി. അതിനപ്പുറത്ത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ഡിഗ്രി മുതൽ അങ്ങ് മുകളിലേക്ക് വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് ഒരു പഠന ഉപകരണം എന്ന നിലയ്ക്ക് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്ന പ്രക്രിയയാണ്. ഏകദേശം 31ഓളം വരുന്ന കുട്ടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ജില്ലാ പഞ്ചായത്തിന് 5.5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന് 5.5 ലക്ഷം രൂപയും ഉൾപ്പെടെ 11 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് ഉപയോഗപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതൃകാപരമായ വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠനശേഷി ഏറ്റവും വിപുലമായി കൈകാര്യം ചെയ്യാൻ അതിനാവശ്യമായ വിവിധങ്ങളായ സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം. മുതുതല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ സ്നേഹയാത്ര നടത്തി മാതൃകയാവുകയാണ് ഷൊർണൂർ റെയിൽവേ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ SIയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും. നിരവധി വയോജനങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യാൻ കഴിയാതെ പാലക്കാട് ജില്ലയിൽ ഉണ്ടെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പഞ്ചായത്തുകളിലേക്ക് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ SI അനിൽ മാത്യുവും സംഘവും നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലയിലെ മുതുതല പഞ്ചായത്തിൽ നിന്ന് 76ഓളം വരുന്ന വയോജനങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് മുകേഷ്, മെമ്പർ സുബൈദ, മറ്റ് ജീവനക്കാരും അടങ്ങുന്ന 80ഓളം സംഘമാണ് ട്രെയിൻ യാത്രയ്ക്കായി ഷൊർണൂരിലെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 7:30 പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂരിൽ എത്തിയ ഇവരെ റെയിൽവേ സ്റ്റേഷൻ മാനേജർ K ശശിധർ, റെയിൽവേ പോലീസ് SIമാരായ അനിൽ മാത്യു, SI T ബാബു, MS ജയപ്രകാശ്, അഡീഷണൽ SI സുപ്രിയ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഷൊർണൂർ റെയിൽവേ പോലീസ് ഇന്നേ ദിവസം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളെ ഒരു 10-80 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവർക്കൊരു നിലമ്പൂർ യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ, നമ്മുടെ ഷൊർണൂർ ജനമൈത്രി പോലീസിൻ്റെ CRO ബാബു ആണ്, SI ബാബു ആണ് ഇതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. തുടർന്ന് നടന്ന ചടങ്ങ് സ്റ്റേഷൻ മാനേജർ K ശശിധർ ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് ആവശ്യമുള്ള ലഘുഭക്ഷണവും റെയിൽവേ ഉദ്യോഗസ്ഥർ കരുതിയിരുന്നു. ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ഗീത തന്റെ അനുഭവം പങ്കുവച്ചു. ഞങ്ങളെ പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇങ്ങനത്തെ ട്രെയിനിൽ പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ മുതുതല പഞ്ചായത്തിനും പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ്, അവർക്ക് എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ.
ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന റെയിൽവേ പോലീസ് ജനമൈത്രിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പറഞ്ഞു. ഇത്തവണ സഹായമായത് നമ്മുടെ കേരള റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ നിലമ്പൂർ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ വളരെയധികം സഹായമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള. അതുകൊണ്ട് വളരെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അവരോടുള്ള നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കാനും കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിൽ പലരും ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്യുന്നവരുണ്ട്, അതുപോലെ നിലമ്പൂർ കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനൊരു യാത്ര വളരെയധികം സൗകര്യപ്പെട്ടു. അതിന് അവസരം ഒരുക്കി തന്നത് റെയിൽവേ കേരള പോലീസാണ്. ഞങ്ങൾക്ക് അതിനോടൊപ്പം സഹകരിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ യാത്ര എത്രയായാലും വളരെ മനോഹരമാവും തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം എല്ലാവരും കൂടി കൂടുമ്പോൾ 10-70 പേര് കൂടുമ്പോൾ തന്നെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്തുള്ള യാത്ര വളരെയധികം സന്തോഷകരമാവും. അതിനുവേണ്ടി CCTV ന്യൂസ് തളി. തിരുമിറ്റക്കോട് ചാത്തന്നൂരിൽ ഈ മാസം 17-ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും ചാത്തന്നൂർ സ്കൂളിലെ 1980-81 വർഷത്തെ SLC ബാച്ചിന്റെ ഒരിക്കൽ കൂടി കൂട്ടായ്മയും മലപ്പുറം ദി ഐ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഡിസംബർ 17-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ചാത്തന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. ഡോക്ടർ ഇ സുഷമയുടെ അധ്യക്ഷതയിൽ സിനിമാ താരം കുളപ്പുള്ളി ലീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ദി ഐ ഫൗണ്ടേഷൻ മലപ്പുറത്തിനു പുറമെ റോയൽ ഡെന്റൽ ക്ലിനിക്ക്, നിള ഹോസ്പിറ്റൽ, ദയാ ഫാർമസി കറുകപ്പുത്തൂർ എന്നിവയുടെ നേതൃത്വത്തിലുള്ള വിവിധ സേവനങ്ങളും ക്യാമ്പിലുണ്ടാവും. ചൈൽഡ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡന്റ് കൗൺസിലിംഗ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദീർഘകാലം തിരുമറ്റക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ചാലിശ്ശേരിയിലൊക്കെ പ്രവർത്തിച്ച ചാത്തന്നൂർക്കാരുടെ സ്വന്തം ഡോക്ടർ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൂടെ 1980-81 SSLC ബാച്ച് കൂടി ചേരുകയാണ്. ഈ ഒത്തുകൂടലിൽ ഞങ്ങളോട് കൂടെ സഹകരിക്കുന്നത് 4 സ്ഥാപനങ്ങളാണ്. ദി ഐ ഫൗണ്ടേഷൻ, റോയൽ ഡെന്റൽ കോളേജ്, നിള ഹോസ്പിറ്റൽ, ദയ ഇൻസ്റ്റിറ്റ്യൂട്ട്, കറുകപുത്തൂര്, ദേശമംഗലം, മറവട്ടൂരൊക്കെ പ്രവർത്തിക്കുന്ന ബ്ലഡ് രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും ക്ലിനിക്കുമാണ്. ഇതുകൂടാതെ ചൈൽഡ് കൗൺസിലിംഗ്, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ട സൗകര്യം കൂടി ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധരായ ഒരു 3 പേര്, കൗൺസിലിംഗ് രംഗത്ത് വിദഗ്ധരായ 3 പേരുടെ സേവനം കൂടി ക്യാമ്പിലുണ്ടായിരിക്കും. ഒരു വർഷമായി നെല്ലിക്കാട്രി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പട്ടാമ്പി താലൂക്ക് ഏരിയയിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സഹായം, കിറ്റ് നൽകൽ, ഹരിതകർമ്മസേന, ബ്ലഡ് വളണ്ടിയർ സേന എന്നിവയും പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ഗിരിധരൻ, 80-81 SLC ബാച്ച് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ പ്രദീപ് കുമാർ, VP ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. സൗജന്യമായിട്ട് തന്നെയാണ് അവർ നടത്തുന്നത്. അവരവിടെ പരിശോധിക്കുന്നു. അവരുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്തെങ്കിലും ചികിത്സ ആവശ്യമുള്ളവരെ സൗജന്യമായി ഭക്ഷണം, താമസം എല്ലാം ഉൾപ്പെടെ യാത്രാ ചെലവുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ സേവനം. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. രണ്ടാമത് റോയൽ ഡെന്റൽ കോളേജ്, അത് ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നു. പല്ല് സംബന്ധമായ എല്ലാ ഇതും അവിടെ സൗജന്യമായി തന്നെ ചികിത്സിക്കും. തുടർ ചികിത്സയ്ക്ക് അവർ പാസ് തന്നുകൊണ്ട് അവരുടെ ഹോസ്പിറ്റലിൽ അതുമുണ്ട്. അതുപോലെ തന്നെ നിള ഹോസ്പിറ്റൽ, നമുക്കറിയാം ജനകീയ ഹോസ്പിറ്റൽ, പട്ടാമ്പിയിലെ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ആ ഒരു ഹോസ്പിറ്റലാണ്. സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റൽ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന നിള ഹോസ്പിറ്റൽ, അവരുടെ സേവനം ജനറൽ വിഭാഗത്തിൽ ഈ ക്യാമ്പിലുണ്ട്. അതുപോലെ തന്നെ ദയ ഫാർമസി, കറുകപ്പത്തൂര്, ദേശമംഗലം, മറവട്ടൂരൊക്കെയായി ഇന്ന് നല്ല രീതിയിൽ ചുരുങ്ങിയ ചെലവിൽ ആളുകൾക്ക് സേവനം ചെയ്യുന്നതാണ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുക, കൊളസ്ട്രോൾ തുടങ്ങി അവരും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് 4 ഹോസ്പിറ്റലുകളാണ്. പട്ടാമ്പിയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ആക്രമിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല തീർത്തത്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന UDF പ്രവർത്തകരെ DYFI കുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണെന്നാരോപിച്ചും പാർലമെന്റ് ആക്രമണത്തിലും ശബരിമല വിഷയം ചർച്ച ചെയ്യുവാൻ ആവശ്യപ്പെട്ടുമാണ് UDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. UDF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ജാലയാണ് ഒരുക്കിയത്. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ ജാല ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാമ്പത്തികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട
സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ധൂർത്തുമായിട്ട് സർക്കാർ പോകുന്നത്. സർക്കാർ നടത്തുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതിനാണ് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇന്നുപോലും ഓർഡർ കൊടുത്തിരിക്കുന്നത് മുഴുവൻ സർക്കാർ ജീവനക്കാരും ഈ നവകേരള സദസ്സിന് എത്തണം എന്നുള്ളതാണ്. അങ്ങനെ ധിക്കാരവും ധൂർത്തും കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ ഇവിടെ കല്ലില്ലാത്ത പോലെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ അത് തകർക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന്റെ കടമ പറ്റാത്തത് കാണുമ്പോൾ പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. ആ പ്രതിഷേധം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ചമർത്തുന്ന ഈ സർക്കാർ നയത്തിനെതിരാണ് ഇന്ന് ഈ സമരം ചെയ്തിട്ടുള്ളത്. UDF കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം അധ്യക്ഷനായിരുന്നു. CA സാജിദ്, ET ഉമ്മർ, അഡ്വക്കേറ്റ് രാമദാസ്, CA റാസി, സലാം മേലത്തലക്കൽ, നീലടി സുധാകരൻ, ഉമ്മർ കിഴായൂർ, സേതു കോടനാട്, ശ്രീജേഷ്, സജീവ് വിളയൂർ, അനസ് കൊടലൂർ, ജയശങ്കർ കൊട്ടാരത്തിൽ, സഹൽ അഴകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.